ഇപ്പൊ സിനിമയിലൊന്നും വേണ്ട, സിനിമയിലൊന്നും അഭിനയിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വളർത്തിയ ഒരു പെൺകുട്ടി സിനിമയിലേക്ക് വന്നു. അത് പക്ഷെ സിനിമയിൽ വന്നപ്പോൾ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഓർ എ ബാഡ് എക്സ്പീരിയൻസ് ഫോർ യു? രണ്ടും ഉണ്ട്. ആണോ? ഗോസിപ്സ് ഒക്കെ വരാറ് കേൾക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? ഹൗ യു റിയാക്ട് ടു ദാറ്റ്? അങ്ങനെ ഗോസിപ്പിന്റെ വാക്കേ നമുക്ക് അർത്ഥം അറിയാം. ഗോസിപ്പ് റൂമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അതിന്റെ അർത്ഥം എന്താണെന്ന്. പക്ഷെ ബട്ട് സ്റ്റിൽ നമ്മൾ അത് കേൾക്കുമ്പോൾ വി ഫീൽ ബാഡ് ഓഫ് അവർ സെൽഫ് അല്ലേ? അങ്ങനെ ഒരു ഗോസിപ്പായിട്ടൊന്നും എന്നെ പറ്റി നമ്മളെ പറ്റി ബേസിക്കലി കേൾക്കുമ്പോ നമുക്കൊരു ഫീൽ ബാഡ് തോന്നാറില്ലേ ആദ്യമൊക്കെ? ഇപ്പൊ ഇത് എന്താണ്, ഇപ്പൊ ഫുൾ ഇതല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. പക്ഷെ ഷീലുവിന് എപ്പോഴും തോന്നിയിട്ടില്ല ഈ നെഗറ്റീവ് ഇസ് നോട്ട് സോ ഗുഡ്? ആരും നെഗറ്റീവിനെ പറ്റി പറയുന്നല്ലാതെ പോസിറ്റീവ് പറയുന്നില്ല. പോസിറ്റീവ് പറയില്ല, അതാണ് എല്ലാവർക്കും ഇഷ്ടം. മനുഷ്യരങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യർക്ക് ഏതാണോ, ഇപ്പം ഞാൻ എന്നെ പറ്റി എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടി അത് മാത്രമായിരിക്കും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്റെ നല്ല ഗുണങ്ങൾ ആരും കാണത്തില്ല. അല്ലെ ഞാൻ ചെയ്തിട്ടുള്ള എന്റെ ലൈഫിൽ ഒരിക്കലും വരത്തില്ല. അതെങ്ങനെ വരും? അതെന്താ വെച്ചാൽ അതുകൊണ്ടാണല്ലോ എല്ലാം ഈ നെഗറ്റീവ് മാത്രം വരുന്നത്. അത് ആൾക്കാർക്ക് അത് എസ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റിലാണോ കുറച്ച് കൂടുതലെന്നും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫിലിം ഫീൽഡ് അല്ല, ഇൻ ടോട്ടാലിറ്റിയില് ഈ ഇങ്ങനെ നെഗറ്റീവ് മാത്രം. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ നോക്കിക്കേ, കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോ നിർത്തി, കമന്റ്സ് നോക്കലൊക്കെ നിർത്തി.